ഒരുപാട് ഈ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഒരുപാട് വിവാദങ്ങളും നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന സമയത്തും ശബരിമല സന്നിധാനത്ത് നിന്ന് വൻ തീർത്ഥാടകരെ തിരക്കാണ് എന്ന് വാർത്ത വരുന്നു. 50,000 തീർത്ഥാടകർ അയ്യപ്പ ഭക്തന്മാർ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ള വിവാദം ശബരിമലയെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. ഈ വിവാദങ്ങളൊന്നും തന്നെ ശബരിമലയിലെ തീർത്ഥാടകരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ തിരക്ക് തന്നെ 40,000 ഉണ്ടായിരുന്നു 4 മണിക്ക് ശേഷം. ഇന്നിപ്പോൾ 50,000-ൽ പരം ആളുകൾ ആണ് നമുക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്, വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഭക്തജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഭംഗിയായി മണ്ഡല മകരവിളക്ക് മഹോത്സവം മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് PS പ്രശാന്ത് 24-നോട് പറയുന്നു. അല്ലെ, റിമാൻഡ് റിപ്പോർട്ടിൽ ഞാനും ഈ വാർത്തകളിലൂടെ അറിഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഭഗവാന്റെ ഒരു തരി പെണ്ണെങ്കിലും, ഞങ്ങളെടുത്തൊരു നിലപാടാണ്, ഭഗവാന്റെ ഒരു തരി പെണ്ണെങ്കിലും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും. അതിന് പറ്റുന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല, തിരിച്ചു പിടിക്കണമെന്ന് മാത്രമല്ല, കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. കൃത്യമായ അന്വേഷണം നടക്കും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കും, കുറ്റവാളികളെ മാതൃകമായി ശിക്ഷിക്കുകയും ചെയ്യും. ശബരിമല സന്നിധാനത്ത് നിന്ന് അരുൺ രാജ് തത്സമയം ചേരുകയാണ്. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. വലിയ ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നതെന്നാണ് പ്രശാന്ത് പറയുന്നത്. വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നപ്പോൾ മുതൽ തുടങ്ങിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഈ വിർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്തിരിക്കുന്നത് 50,000-ലധികം ആളുകളാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ക്യൂ കോംപ്ലക്സ് പൂർണ്ണമായും ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. ഫ്ലൈ ഓവർ നിറഞ്ഞ് അത് പൂർണ്ണമായും ജനങ്ങളെ പ്രവേശിപ്പിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോയിട്ടുണ്ട്. എല്ലാ വഴികളിലൂടെയും ഇപ്പോൾ ഭക്തർക്ക് പ്രവേശനം നൽകുന്നുണ്ട്. കാരണം ഈ താഴെ ഈ മരക്കൂട്ടം വരെയുള്ള ഏകദേശം സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ക്യൂ തുടരുകയാണ് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മഴ അല്പം മാറി നിൽക്കുന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഈ എല്ലാ ഭക്തർക്കും ദർശനത്തിനുള്ള സുഗമമായ ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്ന് പോലീസും ദേവസ്വം ബോർഡും വ്യക്തമാക്കുന്നു. അതേസമയം കൂടുതൽ ഈ തീർത്ഥാടകർ ഭക്തർ ഇവിടേക്ക് എത്താനുള്ള സാധ്യത കൂടി ഇപ്പോൾ കണക്കാക്കുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗ് അടക്കം അത് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ദീപാവലി അടക്കമാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തുമുള്ള തീർത്ഥാടകർ കൂടുതലായി എത്തും. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രമീകരണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ മാസപൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ ഇത്രയധികം തിരക്ക് ഉണ്ടാകാറില്ല. ഈ നിയന്ത്രണങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ പോലീസിന്റെ നേരത്തെ ഉദ്ദേശിച്ച കണക്കുകൾക്കപ്പുറമാണ് ഇപ്പോൾ തീർത്ഥാടകർ ഒഴുകിയെത്തുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ 18-ാം പടി താഴേക്ക് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോഴും ഇരുവശത്തും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തീർത്ഥാടകർ ഇന്നലെ രാത്രി മുതൽ ഇവിടേക്ക് എത്തി പലയിടത്തും ഈ വിരിവെച്ച് കിടന്നതിന് ശേഷം ഇപ്പോൾ രാവിലെ തൊഴാനടക്കം നിൽക്കുന്നവരാണ്. എന്തായാലും ഇപ്പോഴും നമ്മൾ ഈ കാണുന്ന പോലെ ഫ്ലൈ ഓവർ നിറഞ്ഞു തന്നെ ഈ തീർത്ഥാടകരുടെ വലിയ നിര ഇപ്പോഴും നിൽക്കുകയാണ്. എന്തായാലും തീർത്ഥാടകർക്ക് പൂർണ്ണമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകരെത്തിയാൽ അത് കൂടുതൽ ക്യൂ നീളാനുള്ള സാധ്യത കൂടി ഇഘട്ടത്തിൽ കാണുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രപതിയുടെ സുരക്ഷ കണക്കിലെടുത്ത് 1200 പോലീസുകാരെയാണ് സാധാരണയിലധികം വിന്യസിച്ചത്. പക്ഷേ അതിനപ്പുറമുള്ള വിന്യാസം ഇപ്പോൾ കടന്നിട്ടുണ്ട്. കാരണം തീർത്ഥാടകരുടെ തിരക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കാണുന്നത്. ശബരിമലയിൽ ഇപ്പോഴും തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.